പ്പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വരും. അത് ഞാൻ തന്നെ ഇതുപോലെ ലൈവിൽ വന്ന് പറയും. അപ്പം എനിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്തെ കുറേ പേര് എന്നെ അനുകൂലിച്ച് പറഞ്ഞു. കലാമണ്ഡലത്തിൽ ഓട്ടം തുള്ളൽ പഠിച്ച ഒരുത്തി, ഇവള് ഓട്ടം തുള്ളലാണ്, എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ. നമസ്കാരം. കലാമണ്ഡലം സത്യഭാമ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ അനുജനായ രാമകൃഷ്ണനെ നീ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നിന്നെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ കറുത്തതായതുകൊണ്ട് തന്നെയാണ്. കാരണം കറുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലർജി ആയിട്ടാണ് അമ്മച്ചിക്ക് തോന്നുന്നത്. എന്തോ കറുത്തവരെ കാണുമ്പോഴേ എനിക്കെന്തോ ഒരു സംഭവം തോന്നുന്നു എന്നുള്ള തരത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ നിറം എന്ന് പറഞ്ഞാലാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നിറമുള്ളവർക്ക് മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു വ്യക്തിയാണ്. അതിനെതിരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ മോശമായ രീതിയിൽ അവരെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ മല്ലിക സുകുമാരൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ എടുക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഇപ്പോഴേ സ്നേഹ ശ്രീകുമാർ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാം മണ്ടോതിരി ശ്രീകുമാറിൻ്റെ ഭാര്യ മണ്ടോതിരി, മറിമായ മണ്ടോതിരി എല്ലാവർക്കും അറിയുന്നതാണ്. മണ്ടോതിരിയുമായിട്ടുള്ള ഒരു പ്രശ്നം, നീ മണ്ടോതിരി അല്ലടി നീ പിണ്ടോതിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മച്ചി ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത്. ബോഡി ഷെയ്മിങ് തന്നെയാണ്. അതായത് എന്നെ എന്തോ അവർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു. എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ തെറി വിളിച്ചുകൊണ്ടാണ് വിമർശിക്കുക. അത് കേൾക്കാൻ പറ്റുന്നവ മാത്രം എന്നെ വിമർശിച്ചാൽ മതി എന്നാണ് നമ്മുടെ സത്യഭാമ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഈ സത്യഭാമ പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കരുത്. കുറെ നാൾ കഴിയുമ്പോഴും അവരും അങ്ങനെ അങ്ങ് പോയിക്കോളും. ഇതിങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോഴേ അവർക്കൊരു ഊർജം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ലാത്ത സത്യഭാമേനെ നമ്മളെല്ലാവരും അറിയാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഈ സത്യഭാമ എന്ന് പറയുന്നയാളെ, കലാമണ്ഡലം സത്യഭാമയെ ഇവിടെ എത്ര പേർക്കറിയാം. പക്ഷെ രാമകൃഷ്ണനെ ആ ഒരു പ്രശ്നത്തോട് കൂടിയിട്ടാണ് എല്ലാവരും, രാമകൃഷ്ണന്റെ പ്രശ്നം വന്നു, അതോടുകൂടി സത്യഭാമ ഫേമസ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം സത്യഭാമേനെ കുറേ നാൾ നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളാരും അന്വേഷിച്ചു പോകാനും നിന്നിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് സത്യഭാമേനെ നമ്മൾ കാണുന്നത്. അതായത് മല്ലിക സുകുമാരനുമായിട്ട് ഒരു ഇഷ്യൂ വരുന്നു. അത് മല്ലികയും പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമയും തമ്മിൽ പൂരം തെറിയാകുന്നു. ആ ഒരു സംഭവത്തിലാണ് പിന്നീട് നമ്മൾ കണ്ടത്. കുറേ നാൾ പിന്നീട് കണ്ടിട്ടില്ല. ഇപ്പോഴും വന്നിരിക്കുന്ന എന്താ, മണ്ടോതിരി എന്ന് പറയുന്ന ആ സഹോദരിയെ പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, വിമർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാം, അതൊന്നും ഒരു കുഴപ്പവുമില്ല, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ ഇവരുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിമർശനമാണ്. കറുത്തത് എന്ന് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. അതുപോലെ തന്നെ സ്നേഹ ശ്രീകുമാറിനെയും മല്ലിക സുകുമാരനെയും ഒക്കെ ഇവർക്ക് അസൂയാണ്. ശരിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ആ ഒരു ലെവലിൽ എത്താൻ കഴിയാത്തത് കൊണ്ടും അതുകൊണ്ടാണ് പഴയ പല കാര്യങ്ങളും പറഞ്ഞ് ഇവരിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഭർത്താവ് അങ്ങനെയല്ലടി, നിന്റെ ഭർത്താവ് ഇങ്ങനെയല്ലടി, നിന്റെ ഭർത്താവ് മറ്റുള്ളവർക്ക് പോയില്ലടി, നിന്റെ ഭർത്താവ് ഇതിനിടയ്ക്ക് മറ്റുള്ളവർക്ക് പോയില്ലടി, നിന്റെ ഭർത്താവ് കേസ് കടന്നില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ഇവർക്ക് കിട്ടിയ ട്രാജഡികൾ, ഇവർക്ക് കിട്ടിയ ട്രോമകൾ, കൃത്യമായിട്ടൊരു ജീവിതം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മക്കൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. അങ്ങനെ പലതരത്തിലും ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രിയപ്പെട്ട ചേച്ചി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ മിണ്ടാതിരിക്കുക. കാരണം അങ്ങനെ അങ്ങ് പറഞ്ഞോട്ടെ, അത് പറഞ്ഞതിന് ശേഷം അങ്ങ് പോയിക്കോട്ടെ. നെഗറ്റീവിലൂടെ മാത്രം ഞാൻ ഫേമസ് ആകും എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയവരാണ് ഇവര്. ചില ടീമുകളൊക്കെ അങ്ങനെയുണ്ട്. നമ്മളെല്ലാവരും വെറുക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പിന്തുണച്ചിട്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അവരെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന തെറികള്
ആ തെറികളാണ് ഇവർ പിന്നീട് വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇവരെ അറിയപ്പെടുക ഇന്ന ആളെ കൂടെ കൂടിയതാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ ദിലീപിന്റെ ഒരു സിനിമ വന്നില്ലേ, ബബ്ബബ്ബബ്ബ. ഈ ബബ്ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോഴേ എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്ത് ആരെയാണ് അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാവരും ദിലീപിനെ പറയുമ്പോൾ ഈ സ്ത്രീ വന്ന് പറഞ്ഞ എന്താ, ഞാൻ 100 തേങ്ങ അടിക്കും, ഇത് 100 ദിവസം ഓടിയാൽ എന്നൊക്കെ പറഞ്ഞു വരുന്നു. അങ്ങനെ എവിടെയെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ കടന്നുകൂടുക, അവിടെ ആ ഒരു നെഗറ്റീവിനെ ഒരു പോസിറ്റീവ് ആക്കി പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുക. അവരാരായാലും ശരി, അവരെത്രത്തോളം കുറ്റവാളികളായാലോ അല്ലെങ്കിൽ കുറ്റാരോപിതമാരായാലോ സംശയമുനയിൽ നിൽക്കുന്ന ആളോ ആരായി കഴിഞ്ഞാലും അവർക്കൊരു കുഴപ്പവുമില്ല. അവർ കൃത്യമായിട്ട് പറയും ഇന്ന വ്യക്തിക്കാണ് ഞാൻ പിന്തുണ. അങ്ങനെ നമ്മുടെ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ നെഗറ്റീവ് മാത്രം കണ്ടിട്ടാണ് അവർ നോക്കുന്നത്, അല്ലാതെ അവർക്ക് വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹ ശ്രീകുമാറിനോടായാലും അതുപോലെ തന്നെ മല്ലിക സുകുമാരനോടായാലും ഈ രാമകൃഷ്ണനോടായി കഴിഞ്ഞാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലേ പ്രധാനപ്പെട്ട ഒരാളെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെയും ചൊറിയാനൊന്നും പറ്റൂല. ഏതെങ്കിലും മന്ത്രിമാരെയോ ഇല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യഭാമക്കറിയാം കൃത്യമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ആകുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല, നമ്മൾ ഫെയിം ആകുകയും ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഫെയിം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, സത്യഭാമയുടെ പുറകെ ഇത് വിട്. സത്യഭാമ എന്തോ ചെയ്യട്ടെ, അവരുടെ പാടായി. അതിന് നമ്മൾ പോയിട്ട് അഭിപ്രായം പറയട്ടെ. അഭിപ്രായം പറയുമ്പോൾ ഈ സ്ത്രീക്ക് കുറച്ചും കൂടി ഊർജം കിട്ടുകയാണ്. അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, ആ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവർക്ക് എത്രമാത്രം ദേഷ്യമുണ്ട് ഈ കറുത്തവരെ കാണുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് തന്നെയാണ് ആശാത്തി ചെയ്യുന്നത്. വരുന്നുമല്ല, ഇതിൻ്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഞാൻ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഞാനുണ്ട് ഇവിടെ എന്നുള്ള ഒരു അഹങ്കാരം ആ സ്ത്രീക്ക് നല്ല രീതിയിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ സ്ത്രീയെ അങ്ങ് ഫേമസ് ആകാതിരിക്കുക. അവരെന്തോ ആയിക്കോട്ടെ, അവർ കുറേ നാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അവർ നിർത്തിപ്പോയിക്കോളും. ഇപ്പോഴവരുടെ മൂച്ച് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഒരുപാട് പിന്തുണ കിട്ടുന്നുണ്ട്, അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള അവരുടെ ഒരു മൂഢമായ ഒരിതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ പിന്തുണക്കുന്നത് ആരാണ്. ഒരു ചെറിയ വിഭാഗം, ചെറിയ ആൾക്കാർ, നമുക്കറിയാലോ അവരെ. അതായത് ഈ രാമകൃഷ്ണനെ ആയാലും മറ്റുള്ളവരെ ആയാലും കണ്ടുകൂടാത്ത ചില ആൾക്കാരുടെ നമ്മുടെ നാട്ടിൽ. അവരിൽ ഒരു വിഭാഗം വന്നിട്ട് സത്യഭാമ ചേച്ചി നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്, സത്യഭാമ ചേച്ചി നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറയാൻ. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കെതിരെ നിൽക്കുന്നവരാണ്. ജനങ്ങളെ എന്തെങ്കിലും ബാധിക്കുന്ന കേസുകളിലൊക്കെ പെട്ട് അങ്ങനെ നെഗറ്റീവിലൂടെ ഫെയിമാവാൻ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പിടിയിലാണ് ഈ സത്യഭാമയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ സത്യഭാമ ഇതുപോലെ എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഇതുപോലെ വളരെ മോശമായ രീതിയിൽ പറയോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മണ്ടോദരി എന്ന് പറയുന്ന ഈ സ്ത്രീയെ വേണമെങ്കിൽ നിങ്ങൾ എന്തു വേണമെങ്കിലും വിമർശിച്ചോ, അതൊന്നും വിഷയമല്ല. പക്ഷെ ബോഡി ഷെയ്മിങ് വെച്ച് അതുപോലെ തന്നെ കറുത്തത് എന്ന് വിളിച്ച് ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ കറുത്തതായിപ്പോയി, രാമകൃഷ്ണൻ കറുത്തതായിപ്പോയി, അയാൾ എന്ത് പാപം ചെയ്ത് എന്തെങ്കിലും ചെയ്തു? അയാൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ടാണോ ഞാൻ കറുത്തവനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ നിറം അതായിപ്പോയി. വെളുത്തവരെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഈ വെളുപ്പ് പോകാൻ അധികം സമയമൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറിയ രോഗം മതി, അത് മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ സത്യഭാമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-70 വയസ്സ് പ്രായമായി. ഇനിയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ജനങ്ങളൊന്ന് ആദരിക്കുമെങ്കിലും ചെയ്യും. പക്ഷെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ സ്ത്രീയെ ഒരാൾ പോലും ആദരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലൊന്നും ഒരു മനുഷ്യനാകാൻ പാടില്ല. അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ സ്ത്രീയുടേത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അതായത് ഇതുപോലെയുള്ള ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ അവനെന്തു പറഞ്ഞു ഇവനെന്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമയം എന്തിനാണ് നമ്മൾ കളയുന്നത്? നന്ദി, നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാ. ബൈ ബൈ.